പേടിക്കാതെ കാപ്പൻ സാറേ, വെറുതെ ആണുങ്ങളുടെ വില കളയാനായിട്ട് എന്തോന്നാണ് സംഭവമെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. അതെ, നമ്മുടെ പാലാ MLA കാപ്പൻ സാറിനെ പോലെയുള്ള ഒരാളെ വളരെ വിരളമായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. വിഷയം എന്താണെന്ന് വെച്ചാൽ, പാലായിൽ കഴിഞ്ഞ 6 വർഷക്കാലത്തോളം കാപ്പൻ സാർ കൊണ്ടുവന്ന വികസനങ്ങളെ പറ്റി ഒരു തുറന്ന സംവാദം നടത്തുവാൻ പാലായിലെ മാണി വിഭാഗം നേതാവ് ടോബിൻ കെ അലക്സ് കഴിഞ്ഞ ദിവസം ഒരു വെല്ലുവിളി അങ്ങ് നടത്തി. വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിയ കാപ്പനാവട്ടെ വിറയലോടെ ഒരുമാതിരി മദ്യം കഴിച്ച വ്യക്തികൾ സംസാരിക്കുന്നത് പോലെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് തികഞ്ഞ വ്യക്തിഹത്യയുടെ ഒരു പൂരം തന്നെയായിരുന്നു അരങ്ങേറിയത്. യാതൊരുവിധ സംസ്കാരവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രീതിയിലുള്ള സംസാരം. കോട്ടയം ജില്ലക്കാർക്ക് തന്നെ അപമാനമാണ് ഈ MLA എന്ന് പറയേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, വികസനത്തെ പറ്റി ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിച്ചയാളെ പുലഭ്യം പറയുന്ന അധമ സംസ്കാരം. ഇതേ സ്വഭാവമായിരുന്നല്ലോ മുൻ MLA പൂഞ്ഞാർ എലി PC ജോർജ്. ഇപ്പോൾ എലിയാണെങ്കിലും പണ്ട് ആളൊരു പുലി തന്നെയായിരുന്നു കേട്ടോ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് അന്വേഷിച്ചു നോക്കണം. ജനങ്ങളെ സേവിക്കാതെ കണ്ട പോക്രിത്തരവും പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? താങ്കൾ പാലായുടെ MLA ആയിട്ട് ഇപ്പോൾ 6 വർഷങ്ങളാകുന്നു മിസ്റ്റർ കാപ്പൻ സാർ. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ തന്നെ ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് നാണമുണ്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ ടോബിൻ സാറിന്റെ വെല്ലുവിളി അങ്ങ് ഏറ്റെടുക്കാം. എന്നിട്ട് കാപ്പൻ സാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി അങ്ങ് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, MLAയുടെ ശ്രമഫലമായോ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നടത്തിയ അപേക്ഷകളുടെ ഫലമായോ ലഭിച്ച പദ്ധതികൾ താങ്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കരുത്. താങ്കളുടെ സംസാരം കേൾക്കുമ്പോൾ പാലായിലെ വികസന മുരടിപ്പിന്റെ കുറ്റം മുഴുവൻ അന്തരിച്ച KM മാണിക്കാണെന്ന് തോന്നിപ്പോകും. 6 വർഷമായില്ലേ താങ്കൾ MLA ആയിട്ട്? ഇനി KM മാണിയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? കാപ്പൻ സാറിന്റെ വീട്ടിലേക്കുള്ള വഴി പോലും വെട്ടിയത് KM മാണിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന ചരിത്രം കാപ്പന്മാർ മറന്നാലും നാട്ടുകാർക്ക് മറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിന്റെ കുറ്റം ജോസ് കെ മാണിക്കും മുഹമ്മദ് റിയാസിനും എന്തിനാണ് ചാർത്തി കൊടുക്കുന്നത്? MLAക്ക് കഴിവുണ്ടെങ്കിൽ എന്തും സാധ്യമാകും. തൊട്ടടുത്തുള്ള ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മണ്ഡലങ്ങൾ നിങ്ങൾ പോയി നോക്കണം സാർ. IIITയെ പറ്റി നിങ്ങൾ വീണ്ടും പറയുന്നത് കേട്ടു. പാലക്കാർക്ക് എന്താണ് അതുകൊണ്ട് ഗുണമെന്ന്. IIIT പോലെയുള്ള സംവിധാനം എന്തെന്നും അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തെന്നുമെങ്കിലും കുറഞ്ഞ പക്ഷം മനസ്സിലാക്കുക. സ്കൂളിൽ പോയിട്ടുള്ള ദിനപത്രങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിക്കും ഇതുപോലെ അബദ്ധ പ്രഭാഷണം നടത്തുവാൻ സാധിക്കുകയില്ല എന്നെങ്കിലും ഓർക്കുക. അഹങ്കാരം നല്ലതിനല്ല കാപ്പൻ സാറേ. MLA സ്ഥാനം 5 വർഷത്തേക്കാണെന്ന് മനസ്സിലാക്കി പെരുമാറുക. താങ്കളുടെ ആക്ഷേപഹാസ്യം മനസ്സിലാക്കി തക്ക മറുപടി തരാനുള്ള ശേഷിയുള്ളവരാണ് പാലക്കാർ എന്ന് താങ്കൾ ഓർക്കുന്നത് നന്നായിരിക്കും.